ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മോട് കൂടെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു കൊച്ചു കഥ. ഒരിക്കലൊരു സഞ്ചാരി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശില്പം നിർമ്മിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ അവിടെ ആ ശില്പിയുടെ അടുത്ത് സമാനമായ ഒരു കൃഷ്ണവിഗ്രഹവും കണ്ടു. അയാൾ ആ ശില്പിയോട് ചോദിച്ചു, ഒരേ ദേവതയുടെ 2 പ്രതിമകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന്. ശില്പി തല ഉയർത്തി നോക്കാതെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഒരെണ്ണമേ ആവശ്യമുള്ളൂ. പക്ഷേ ആദ്യത്തേത് അവസാന ഘട്ടത്തിൽ കേടായി. ആ സഞ്ചാരി ആദ്യത്തെ വിഗ്രഹം പരിശോധിച്ചെങ്കിലും കേടൊന്നും കാണാനായില്ല. എന്നിട്ട് സഞ്ചാരി പറഞ്ഞു, ഈ വിഗ്രഹത്തിന് കേടൊന്നുമില്ലല്ലോ. ഇദ്ദേഹം വീണ്ടും ശില്പിയോട് ചോദിക്കാൻ. ജോലി തിരക്കിനിടയിൽ ശില്പി അലക്ഷ്യമായി പറഞ്ഞു, ആ വിഗ്രഹത്തിൻ്റെ മൂക്കിലൊരു പോറലുണ്ട്. ഇത് കേട്ടയുടനെ സഞ്ചാരി ചോദിച്ചു, നിങ്ങൾ ഈ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്? അപ്പോൾ ശില്പി പറഞ്ഞു, 20 അടി ഉയരമുള്ള ഒരു സ്തംഭത്തിലാണ്. ഇത് കേട്ട ഉടനെ സഞ്ചാരി പറഞ്ഞു, ഇത്രയും ദൂരെയാണ് സ്ഥാപിക്കുന്നതെങ്കിൽ വിഗ്രഹത്തിൻ്റെ നാസികയിലുള്ള ഒരു പോറൽ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇത് കേട്ട ഉടനെ ശില്പി ജോലി നിർത്തിക്കൊണ്ട് സഞ്ചാരിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന് അത് മനസ്സിലാകും. ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന മിഥ്യാധാരണയാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ കൃഷ്ണൻ സർവ്വവ്യാപിയും സർവജ്ഞാനിയുമാണ്. നമ്മുടെ ചിന്തകളിലും സ്വപ്നങ്ങളിലും കൃഷ്ണൻ നമ്മോട് കൂടെയുണ്ട്. കാരണം ഭഗവാൻ നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഹരേ കൃഷ്ണ.